കേൾക്കമാൽ SN ആതിരാടിൻ്റെ +2 കൊമേഴ്സിന് വേണ്ടിയുള്ള ഫസ്റ്റ് വീഡിയോ ക്ലാസ്സാണിത്. ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ലഭിച്ചതുപോലെയുള്ള സപ്പോർട്ട്, അത് ട്യൂട്ടോറിയലിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും ഇപ്പോൾ ലഭിക്കുന്നുണ്ടാവുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, 10ാം ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് ട്യൂട്ടോറിയൽ ട്രീറ്റ് ചെയ്തത്, എങ്ങനെയാണ് പഠിപ്പിച്ചത്, അതുപോലെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാകും. കാരണം ഇവിടെ കൂടുതലും നിങ്ങളുടെ സെൽഫ് സ്റ്റഡി, അഥവാ നിങ്ങളാണ് കൂടുതൽ എഫർട്ട് എടുക്കേണ്ടത്. അധ്യാപകന്മാർ എഫർട്ട് എടുക്കുന്നത് കുറവായിരിക്കും. കുറവാകുന്നതിൻ്റെ കാരണം കുറ്റം പറയുകയല്ല, നമ്മുടെ ഒരു സ്വഭാവ രീതി തന്നെ ആയിരിക്കും. കാരണം നമ്മളൊരു +2 ലെവല്, 10ാം ക്ലാസ് കഴിഞ്ഞൊരു +2 ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സ്വഭാവത്തിലുണ്ടാകും. അതിപ്പം എൻ്റെ സ്വഭാവത്തിനും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 10 കഴിഞ്ഞ് +2 വരുന്ന സമയത്ത് അതൊരു നമുക്ക് അംഗീകരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സമ്മതിച്ചു തരേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങളിൽ, ഒരുപാട് സ്കൂളുകളിൽ +1 +2 വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആയിരിക്കാം ഒരു പരിധിവരെ നിങ്ങളെ ഒരുപാട് നിർബന്ധിപ്പിക്കാത്തതും ഒരുപാട് വഴക്ക് പറയാത്തതും അല്ലെങ്കിൽ അടിക്കാത്തതുമൊക്കെ. പക്ഷെ 10ാം ക്ലാസ്സിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. 10ാം ക്ലാസ്സിൽ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ അടിക്കും അല്ലെങ്കിൽ അടി കിട്ടുമെന്നുള്ള പേടി പഠിക്കും. ഇപ്പം നമുക്ക് ആ ഒരു പേടി കുറേശ്ശെ ഇല്ലാതായിപ്പോയി. എന്നിരുന്നാലും 10ാം ക്ലാസ്സിന് ലഭിക്കേണ്ട ഇമ്പോർട്ടൻസിനേക്കാൾ 100 മടങ്ങ് ഇരട്ടിയാണ് നമുക്ക് ലഭിക്കേണ്ട ഇമ്പോർട്ടൻസ്. കാരണം 10ാം ക്ലാസ്സിൽ നമ്മളൊരു 7A+, 6A+, അല്ലെങ്കിൽ ഒരു 8A+, ചിലപ്പോൾ 10A+ ഉള്ളവരുണ്ടാവും. കൊമേഴ്സ് ഈസിയായി ലഭിക്കാം. അങ്ങനെ ലഭിച്ചാൽ തന്നെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കോളേജിൽ പോകേണ്ടത്. പക്ഷേ നിങ്ങൾക്കൊരു മിനിമം 1000 മാർക്ക് ഇല്ലാതെ നല്ലൊരു കോളേജ് കിട്ടുക എന്നുള്ളത് വളരെ പാടാണ്. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, 10ാം ക്ലാസ്സിന് നമ്മൾ പഠിച്ചതിനേക്കാളിലും 100 ഇരട്ടി ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ 100 ഇരട്ടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓരോ കാര്യവും വളരെ വ്യക്തമായി തന്നെ പഠിച്ചാൽ മാത്രമേ ശരിയാവൂ. ഇപ്പോൾ +1 എക്സാം കഴിഞ്ഞു, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ചിലപ്പം ഓൾമോസ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. കാരണം മറ്റേ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് നടത്താതെ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം തന്നെ ഓൾറെഡി വൈകി. ഇന്നിപ്പം ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് ജൂൺ 1-ാം തീയതിയാണ്. ഇപ്പം തന്നെ ഓൾറെഡി നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. എല്ലായിടവും ക്ലാസ്സുകൾ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. സോ ഇന്നിപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അതിൻ്റെ ഒരു പാർട്ട് 1 ആയിരിക്കും ഇത്. എല്ലാം കൂടെ നമുക്ക് റെക്കോർഡ് ചെയ്ത് പോകുന്നത് ബുദ്ധിമുട്ടിൻ്റെ അല്ല, മനസ്സിലാകുന്നത്. 2-2.5-3 മണിക്കൂർ ഒരു ചാപ്റ്ററിൻ്റെയൊക്കെ വീഡിയോ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നമുക്ക് തന്നെ അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കേട്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. ഇടയ്ക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകും. നമ്മുടെ ഒരു മനുഷ്യ സഹജമാണ്, മെൻറ്റാലിറ്റിയുടെ നമ്മുടെ ഒരു മൈൻഡാണിത്. സോ ഇതൊരു ചാപ്റ്റർ 1ൻ്റെ ജസ്റ്റ് ഒരു പാർട്ട് 1 മാത്രമേ ഉള്ളൂ. കുറേ പാർട്ടുകളായിട്ടേ ഞാൻ ഈ ചാപ്റ്റർ തീർക്കത്തുള്ളൂ. സോ ആദ്യത്തെ ചാപ്റ്റർ +2 അക്കൗണ്ടൻസി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതായത് ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ലാഭം ചിന്തിക്കുന്നില്ല, എന്നാൽ ബിസിനസ് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ബിസിനസ് പോലെ പ്രവർത്തിക്കുന്നു, ലാഭം അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതിൻ്റെ നമുക്കൊരു മലയാളം വ്യാഖ്യാനം പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി അക്കൗണ്ടൻസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രോബ്ലം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിയറിയും. എല്ലാവരും പ്രോബ്ലത്തിന് 90% പ്രാധാന്യം കൊടുക്കും, 10% പ്രാധാന്യം മാത്രമേ തിയറിക്ക് കൊടുക്കൂ. അത് ശരിയല്ല. 50-50% കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടും ഒരേപോലെ പഠിച്ചു പോവുക. ഇപ്പോഴേ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് അടുത്ത മാർച്ചിൽ എക്സാം സുഖമായിട്ട് എഴുതി നമുക്ക് നല്ല മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും.
എപ്പോഴും നല്ല മാർക്കിന് എയിം ചെയ്യുക. ആവറേജ് സ്റ്റുഡൻറ്റ്, ഇതിപ്പോൾ കേൾക്കുന്നതിനകത്ത് ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടാവും, ബിലോ ആവറേജ് ഉണ്ടാവും, നല്ല എക്സലൻ്റ് ആയിട്ടുള്ളവരുണ്ടാവും. ആരായാലും നമ്മളെപ്പോഴും എയിം ചെയ്യുന്നത് വലുതായിട്ട് എയിം ചെയ്യുക. ഒരിക്കലും ചെറിയ എയിം വേണ്ട, വലുതായിട്ട് എയിം ചെയ്യുക. നമുക്ക് A+ കിട്ടും. A+ഉം അല്ല ഞാൻ പറയുന്നത്, 10% മാർക്ക് 100% മാർക്ക് കിട്ടും എന്നുള്ള എയിമിംഗ് ആണ് വേണ്ടത്. അത്ര എയിം ചെയ്യുമ്പോൾ ചിലപ്പം ഒരു 90% മാർക്ക് അല്ലെങ്കിൽ 95% മാർക്ക് ആ ഒരു ഏരിയയിലേക്ക് എത്താം. ഇപ്പോഴേ പഠിച്ചു പോവുകയാണെങ്കിൽ ഇത് സിമ്പിളാണ്. ഇതിപ്പോൾ കാണുന്നവർ പലരും വിചാരിക്കും ഇപ്പോഴേ എന്തിനാണ് പഠിക്കുന്ന, ടൈം ഉണ്ടല്ലോ. അത് ചെയ്യരുത്. കഴിവതും ഇപ്പോൾ തന്നെ പഠിച്ച് മുന്നോട്ട് പോകുന്നു, കുറേശ്ശെ പഠിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. സോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഞാൻ ആ റെഡ് കളറിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് മാത്രം നോക്കിയാലും ഇതിനെ നമുക്ക് സ്വന്തമായിട്ടൊരു ഡെഫിനിഷൻ എഴുതിയെടുക്കാൻ പറ്റും. മലയാളം മീഡിയം പഠിച്ച് വന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ഇംഗ്ലീഷ് മീഡിയം പഠിച്ച് വന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. അടിവരായിട്ടിരിക്കുന്ന വാക്കുകൾ ആദ്യം ഞാൻ പറയാം. ഒന്ന്, വെൽഫെയർ ഓഫ് സൊസൈറ്റി. വെൽഫെയർ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് അല്ലെങ്കിൽ ക്ഷേമത്തിന് വേണ്ടി. അപ്പോൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവർക്ക് ലാഭമല്ല അവരുടെ ചിന്തയെങ്കിൽ പിന്നെ അവരുടെ ചിന്തയെന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഉന്നമനമായിരിക്കും, ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കഴിഞ്ഞ വർഷം നിങ്ങൾ 2 പ്രവർത്തനങ്ങൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ പാഠത്തിൽ തുടക്കം തന്നെ 2 പ്രവർത്തനങ്ങൾ, ഒരു എക്കണോമിക് പ്രോസസ്സും നോൺ എക്കണോമിക് പ്രോസസ്സും പഠിച്ചിട്ടുണ്ടാവും. എക്കണോമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പത്ത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കാശ് കണ്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമെന്നും, നോൺ എക്കണോമിക് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനം എന്നായിരുന്നു പഠിച്ചത്. അതുപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടായിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ റെഫർ ടു ദ ഓർഗനൈസേഷൻ, ഇതൊരു തരം സ്ഥാപനമാണ്, ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഇതിന് ഉപയോഗിക്കപ്പെടുന്നത്. ആൻഡ് ആർ സെറ്റപ്പ് ആസ്, ഇനി ഇത് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് അല്ലെ എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചോദിച്ചാൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ രൂപത്തിലായിരിക്കാം, അങ്ങനെ ആയിരിക്കാം, 90%ഓളം ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടായിരിക്കാം കാണുന്നത്, വിച്ച് ഫങ്ഷൻ വിത്തൗട്ട് എനി പ്രോഫിറ്റ് മോട്ടീവ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് മോട്ടീവുമില്ലാതെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ രൂപത്തിൽ വെൽഫെയർ ഓഫ് സൊസൈറ്റി എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയാം. ഇത് നിങ്ങൾ ബുക്കിനകത്ത് എഴുതണം. കഴിവതും ബൈഹാർട്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്നെക്കൊണ്ട് കാണാതെ പഠിക്കാൻ പറ്റില്ല, മറന്നു പോകും എന്നുള്ളവർ ജസ്റ്റ് ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് മാത്രം കൈവച്ചിട്ട് സ്വന്തമായി സെൻറ്റൻസ് എഴുതി പഠിക്കുക. രണ്ടിൽ ഏത് വഴിയായാലും നമുക്ക് പഠിച്ചേ പറ്റൂ. അടുത്തത് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതൊരു 4 മാർക്കിന് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. തിയറി പാർട്ടിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കണം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷൻ, അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ആർക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നുകിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർക്ക്, അല്ലെങ്കിൽ പബ്ലിക് അറ്റ് ലാർജ്, ഒരു ലാർജ് പബ്ലിക്കിന് വേണ്ടി. ഇനി എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ, എഡ്യൂക്കേഷൻ ആവാം, ഹെൽത്ത് കെയർ ആവാം, അല്ലെങ്കിൽ സ്പോർട്സ് ആവാം. അതും യാതൊരുവിധ കാസ്റ്റ്, ക്രീഡ്, കളറ്, അപ്പോൾ യാതൊരു വിധത്തിലുള്ള വിവേചനവും വരുത്താതെ ഒന്നെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു ലാർജ് പബ്ലിക്കിനോ സർവീസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ ക്യാൻസർ ഉള്ള വ്യക്തികൾ, അതൊരു സ്പെസിഫിക് ഗ്രൂപ്പാണ്. അവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ക്യാൻസർ യൂണിറ്റ് തുടങ്ങുകയും സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും, പ്രോഫിറ്റ് അല്ല അവരുടെ ഉദ്ദേശം, പ്രോഫിറ്റ് ഇല്ലാതെ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായി മാറും. അപ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വെച്ചേക്കുക. ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇനി അല്ലെങ്കിൽ സ്പോർട്സ് ഫെസിലിറ്റികൾ. ഇപ്പോൾ പല സ്കൂളുകളുണ്ട്, സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ഇവിടെ നാടുകളിൽ തന്നെ ഉണ്ട് ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ഒരു അസോസിയേഷൻസ്. അങ്ങനെയുള്ളത് ചെയ്യുന്നത് ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം സച്ച് എന്നുള്ളത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്.
are formed for providing service to a specific group or public at a large, such as education, healthcare, sports, and on without any consideration of caste, creed and color. കാസ്റ്റും ക്രീഡും കളറും ഒന്നും നോക്കത്തില്ല, എല്ലാം മനുഷ്യന് കൊടുക്കാൻ പറ്റുന്നത് എന്നേ എടുക്കത്തുള്ളൂ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അതിൻ്റെ ഡെഫിനിഷൻ ഒരു ചെറിയൊരു മീനിങ് പറഞ്ഞപ്പോൾ അതിനകത്ത് പറയായിരുന്നു, ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ സെക്കൻഡ് അത് തന്നെയാണ് പറഞ്ഞത്, ദീസ് ആർ ഓർഗനൈസ്ഡ്, അതായത് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി. ഇനി ഇതിൻ്റെ ബാക്കി, അതായത് ഈ ട്രസ്റ്റിനകത്തുള്ളവരെ നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയും. അത് പറയുമ്പോൾ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനകത്ത് നമ്മളൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് എന്നിങ്ങനെ പല വകഭേദങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നടത്തുന്ന ആളെ ഏകാംഗ വ്യാപാരി അഥവാ സോൾ പ്രൊപ്പറേറ്റർ എന്നും, പാർട്ട്ണർഷിപ്പ് നടത്തുന്നവരെ പാർട്ട്ണർ എന്നും, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഷെയർ ഉള്ളവരെ ഷെയർ ഹോൾഡർ എന്നും വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്തെ സബ്സ്ക്രൈബർ ആണ് എങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് മെമ്പർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടുത്തെ ഒരു മെമ്പറാണ്, ഒരു സൊസൈറ്റിയിലെ മെമ്പറാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവരുടെ ഇൻകത്തെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ബിസിനസ്സുകാരുടെ ഇൻകം എന്താണ്? ഒരു സാധാ ബിസിനസ് ആണെങ്കിൽ അവിടുത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണെന്ന് പറയാം, സെയിൽ ഓഫ് ഗുഡ് അല്ലെങ്കിൽ സെയിൽ ഓഫ് സർവീസ് എന്ന് പറയാം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഇൻകം എന്ന് പറയുന്നത് ഇവർക്ക് സെയിൽസ് ഇല്ല. സെയിൽസ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ബിസിനസ്സാവും, ഒരു എക്കണോമിക് ബിസിനസ് ആവും. അപ്പോൾ അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സെയിൽസ് ഇല്ല. ഇവർക്കുണ്ട ഏറ്റവും പ്രധാന വരുമാനം എന്ന് പറയുന്നത് അംഗത്വ ഫീസ് അഥവാ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വരിസംഖ്യ എന്ന് പറയുന്നതാണ്. അപ്പോൾ വലിയ വലിയ ക്ലബ്ബുകൾ പരിശോധിച്ചാൽ അവിടെ അംഗമാകുന്നതിനൊരു ഫീസുണ്ട്. ഓരോ മാസം അല്ലെങ്കിൽ ഓരോ വർഷവും നമ്മളൊരു നിശ്ചിത തുക കൊടുത്ത് നമ്മളതിൻ്റെ വരിക്കാരാണ്. വീണ്ടും വീണ്ടും അതിൻ്റെ ഒരു അവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഒരു മാസ വരിസംഖ്യ അല്ലെങ്കിൽ ഒരു വാർഷിക വരിസംഖ്യ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നാമത്തത് അവരുടെ മെമ്പേഴ്സ്. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ഈ കരയോഗങ്ങളുണ്ടല്ലോ, അതായത് ഈ കാസ്റ്റ് കരയോഗങ്ങൾ, NSS, SNDP അങ്ങനെയുള്ള കരയോഗങ്ങൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, വരിസംഖ്യ അടയ്ക്കണം. അപ്പോൾ അതൊരു ഫോം, അവരുടെ ഒരു ഇൻകത്തിൻ്റെ ഒരു ഫോമാണ്. രണ്ടാമത്തെ ഡൊണേഷൻ പറയണ്ടല്ലോ, നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നു, ആരെങ്കിലും ക്യാഷ് ഡൊണേറ്റ് ചെയ്യുക. മൂന്നാമത്തെ ലെഗസി എന്ന് പറഞ്ഞാൽ ഒരാൾ ഇഷ്ടദാനം കൊടുക്കുന്നതിനാണ് ലെഗസി. ഒരുപാട് കാശുള്ളവർ ചിലപ്പം ഏതെങ്കിലും സംഘടനകൾക്കൊക്കെ ഇഷ്ടദാനം കൊടുക്കുക എന്ന് വെച്ചാൽ അയാളുടെ കയ്യിലുള്ളത് ചിലപ്പോൾ വസ്തുവായിട്ടായിരിക്കാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബിൽഡിംഗ് ആയിരിക്കാം കൊടുക്കുന്നത്, ഇത് എന്ത് വേണേലും ആവാം. ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതിന് ഗ്രാൻഡ് എന്ന് പറയുന്നു. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്കിലൊരു നമുക്ക് കുറച്ച് ഡെപ്പോസിറ്റ് ഉണ്ട്, ആ ഡെപ്പോസിറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടും. അതൊക്കെയാണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അക്കൗണ്ടിനകത്ത്, അതായത് നമ്മളിത് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഐറ്റങ്ങളും നമ്മൾ പരിചയപ്പെടും. ഇപ്പോൾ ഒരു വേഗ ഐഡിയ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ലെഗസി, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ്, ഈ കിട്ടുന്ന ഇൻകം, അതായത് ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഓരോ ഇൻകം കിട്ടിയാലും ഈ ഇൻകത്തിനെ നമ്മൾ ഫുൾ ക്യാപിറ്റൽ ഫണ്ടിലോട്ടോ അല്ലെങ്കിൽ ജനറൽ ഫണ്ടിലോട്ടോ ക്രെഡിറ്റ് ചെയ്യത്തേ ഉള്ളൂ. അല്ലാതെ മറ്റിടത്തുള്ളത് പോലെ നമ്മൾ പ്രോഫിറ്റ് ആക്കി എന്നിട്ട് അത് അവിടുത്തെ മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടെ ഉള്ളത് മൊത്തം മെമ്പേഴ്സിനൊന്നും കിട്ടില്ല. ഇവിടെ എല്ലാം ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് മാറ്റത്തേ ഉള്ളൂ. പ്രോഫിറ്റ് ടോട്ടലി പ്രോഫിറ്റ് എന്നല്ല, ഇവിടെ സർപ്ലസ് എന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കത്തില്ല. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡിംഗ് ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബിസിനസ്സിനുള്ളതാണ്. ഇവിടെ പ്രോഫിറ്റ് ഇല്ല. സർപ്ലസ്, നീക്കിയിരിപ്പെന്ന് പറയും, മലയാളം നീക്കിയിരിപ്പ് എന്ന് പറയും. അധികമായി വരുന്ന തുക, ചെലവിന് മേളിൽ വരുന്ന അധികമായി വരുന്ന വരുമാനം. അപ്പോൾ ഇത് ആ ഫണ്ട്, ഇവിടെ റേസ് ആകുന്ന ഫണ്ട് ചില ക്യാപിറ്റൽ ഫണ്ടിനകത്തോട്ടോ അല്ലെങ്കിൽ ജനറൽ ഫണ്ടിലോട്ടോ ആഡ് ചെയ്യത്തുള്ളൂ. ദ ഫണ്ട് റേസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻ ത്രൂ വേരിയസ് സോഴ്സസ് ആർ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. 4 പോയിന്റ് ഇതുവരെ പറഞ്ഞു. 4 പോയിന്റ് ഒന്നുകൂടെ നോക്കുക. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ സർപ്ലസ് ജനറേറ്റഡ് ഇൻ ദ ഫോം ഓഫ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ്സ്റ്റ് ദ മെമ്പർ. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതാണ്. ഇവിടുന്ന് കിട്ടുന്ന സർപ്ലസ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചറിന് മുകളിൽ കിട്ടുന്ന ഇൻകം, അത് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ മെമ്പേഴ്സ്. ഒരിക്കലും മെമ്പേഴ്സിന് കൊടുക്കില്ല, അത് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയും സോഷ്യൽ വെൽഫെയറിനായിട്ട് ഇവർക്ക് ഇത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് സിംപിളി ആഡഡ് ഇൻ ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഈ 4ാമത്തെ 5ാമത്തെ പോയിന്റ് ഏകദേശം സെയിം ആണ്.
അപ്പം 5 പോയിൻറ്റും ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് 5 പോയിൻറ്റും ഒന്നുകൂടെ നോക്കുക. ഫസ്റ്റ് പോയിൻറ്റിൻ്റെ ഇത്രയേ ഉള്ളൂ പറയുന്നത്, പബ്ലിക്കിന് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന് ഇവർക്കായിരിക്കും ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ആളുകളെ അല്ല അവിടെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ നമ്മൾ മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. തേർഡ് വൺ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഇൻകം എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ലെഗസി ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ ഇൻകം. ഫോർത്ത് വൺ ഇവിടെ റേസ് ചെയ്യുന്ന ഇൻകം മുഴുവനും അല്ലെങ്കിൽ ഫണ്ട് മുഴുവനും നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് മാറ്റത്തതേ ഉള്ളൂ. ഫിഫ്ത്ത് വൺ ഇവിടെ എത്ര സർപ്ലസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 1 രൂപയുള്ളെങ്കിൽ 1 ലക്ഷം ഉണ്ടായാൽ പോലും ഒരിക്കലും മെമ്പേഴ്സിന് കൊടുക്കില്ല, അത് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ജസ്റ്റ് ആഡ് ചെയ്ത് മാറ്റത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഈ 2 ഭാഗങ്ങൾ, അതായത് ഏകദേശം ഒരു 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു, എന്തായാലും ഓണപ്പരീക്ഷ നിങ്ങളുടെ ഫസ്റ്റ് ഓണപ്പരീക്ഷ അല്ലെങ്കിൽ ഫസ്റ്റ് മിഡ് ടേം എക്സാമിന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ 2 എണ്ണം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുക. സോ നമ്മളിപ്പം 2 പാർട്ടാണ് കഴിഞ്ഞത്. ഒന്ന്, വാട്ട് ഈസ് മീൻ ബൈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പിന്നെ നമ്മളൊരു അല്പം പ്രോബ്ലം സൈഡിലോട്ട് പോവുകയാണ്. പ്രോബ്ലം സൈഡിലോട്ട് വരുമ്പോൾ എന്തൊക്കെ അക്കൗണ്ടിങ് റെക്കോർഡാണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം അക്കൗണ്ടൻസിക്കകത്ത് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പാഠത്തിൽ, അതായത് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണെന്ന് പഠിച്ചിരുന്നു. ഈ വർഷം ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ എന്തൊക്കെ റെക്കോർഡ്സ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ വരവ്, പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലവ്. അപ്പോൾ വരവ് ചിലവ് എന്ന് പറയുന്ന ബുക്ക് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴും, ഇൻകം എന്ന് പറയുമ്പോഴും നമ്മുടെ വരുമാനം, എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ചിലവ്. അപ്പോൾ ഒരു ഡൗട്ട് വരും, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും സെയിം അല്ലേ? അല്ല, രണ്ടും ഡിഫറൻ്റ് ആണ്. രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട്. അത് തന്നെ നല്ല മാർക്കിന് ചോദിക്കുന്നതാണ്. തേർഡ് വൺ, ബാലൻസ് ഷീറ്റ്. മൂന്നാമത്തെ നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഓരോന്നിനെയും പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്ന രീതിയും പഠിച്ച് പ്രിപ്പയറും ചെയ്യേണ്ടതായിട്ടാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീരും. സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി നല്ല സ്കോറിംഗ് പേപ്പറാണ്. കാരണം നമുക്കൊരു പ്രാക്ടിക്കലും കൂടെ വരുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് കാര്യമാണ് പറയുന്നത്. പ്രാക്ടിക്കലും കൂടെ വരുന്നത് കൊണ്ട് നല്ലതുപോലെ സ്കോർ ചെയ്യാൻ, പെട്ടെന്ന് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ് സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി. ഫസ്റ്റ് ഇയറിനേക്കാളിലും ഒരുപാട് പാഠങ്ങളൊന്നും പഠിക്കാനില്ല, കുറച്ച് പാഠമേ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സൈഡിലോട്ട് വന്നാൽ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഞാൻ കുറേ ഇവിടെ സ്ക്രീനകത്ത് കാണും, അത്രയൊന്നും കാണാനൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അത്രയൊക്കെ കാണാതെ പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒന്നാമതേ കാണാതെ പഠിക്കുക എന്ന് പറയുന്നതേ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊക്കെ ചോദിക്കും, ചിലപ്പം പറയാൻ പറ്റത്തില്ല, സമയം പോലെ. നമ്മൾ ഈ ലാസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ, നമ്മൾ ഈ ലാസ്റ്റ് പഠിക്കുമ്പോഴുള്ള പ്രശ്നം ഇതൊക്കെയാണ്. ലാസ്റ്റൊക്കെ പഠിക്കാതിരിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ അങ്ങ് മനസ്സങ്ങ് മടുക്കും, പിന്നെ നമ്മൾ ഉള്ളതും കൂടെ പഠിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ കുറേശ്ശെ പഠിച്ചു. ഇത് വളരെ കുറച്ച് കാര്യമുള്ളൂ. അപ്പം നോക്കിക്കോ എന്തൊക്കെയാണെന്ന്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ. അത്ര സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് നോട്ട് എഴുതുമ്പോൾ ഞാൻ ഈ പറയുന്നിടം വെച്ചൊരു വരയോ കോമ ഇട്ട് കഴിഞ്ഞാൽ ഒരിത്തിരി സിമ്പിളായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് കാണാതെ പഠിക്കാനായിട്ട് സിമ്പിളായിരിക്കും. ഇതിപ്പോൾ ചിലർക്ക് സംശയമുണ്ട്, അത് കാണാതെ പഠിക്കണം, ഇതൊക്കെ ചോദിക്കുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം അവർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു ഓൾമോസ്റ്റ് കണ്ടുവരുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഇതിപ്പം ഇന്നത്തേക്കോ അല്ലെങ്കിൽ നാളത്തേക്കോ കളയുന്നതല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പോയാലും അത് കഴിഞ്ഞ് PGക്ക് പോയാലും ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് പോയാലും എല്ലാം ഇത് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് നാളെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട് വരരുത്. അതുകൊണ്ടാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ് തീരുമ്പോൾ, കഴിഞ്ഞ വർഷം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത പോലെ തന്നെ
ഒരു പീരീഡ് തീരുമ്പോൾ ഇപ്പം ഏപ്രിൽ തൊട്ട് മാർച്ച് വരെ ആണെങ്കിൽ ആ മാർച്ച് 31 നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ് പേയ്മെൻറ്റ് ആൻഡ് ക്യാഷ് റെസിപ്റ്റ്. ഇനി ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ക്യാഷ് പേയ്മെൻറ്റിൻ്റെയും ക്യാഷ് റെസിപ്റ്റിൻ്റെയും. അവിടെ നിങ്ങൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം, ക്യാഷ് ഓർ ബാങ്ക് ഉണ്ട് കേട്ടോ, ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് പേയ്മെൻറ്റിൻ്റെയും ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് റെസിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അപ്പോൾ നമുക്ക് കിട്ടുന്ന കാശായിട്ടോ അല്ലെങ്കിൽ ബാങ്കായിട്ടോ കിട്ടുന്ന വരുമാനത്തിൻ്റെയും ക്യാഷായിട്ടോ ബാങ്കായിട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചിലർക്ക് മനസ്സിലായി കാണാം, മനസ്സിലാത്തവർക്ക് പറയുകയാണ്. ഒരു ഡെപ്റ്റർ, ഇപ്പം ഉദാഹരണം പറയുമ്പോൾ നമ്മളൊരു ക്രിക്കറ്റുമായിട്ട് അല്ലെങ്കിൽ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസോസിയേഷനാണ്. ഈ അസോസിയേഷനിൽ ഒരു 1000 രൂപ ഡൊണേഷൻ കിട്ടി. ഈ 1000 രൂപ ഡൊണേഷനകത്തു നിന്ന് നമ്മളൊരു ഫുട്ബോൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ കിറ്റോ എന്തെങ്കിലും വാട്ടെവർ ഇറ്റ് മേ ബി എന്തെങ്കിലും മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് 1100 രൂപ 1100 രൂപ ചിലവായി. അപ്പോൾ 1000 രൂപയേ ഉള്ളൂ നമ്മുടെ കയ്യിലാകെ, 1100 രൂപ ചിലവായി. അപ്പോൾ ബാക്കി 100 രൂപ കടമാണ്, കടത്തിനെ നമ്മൾ ഡെപ്റ്റർ എന്ന് വിളിക്കും. ഇത്രയും കഴിഞ്ഞ വർഷം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ 1000 രൂപ കിട്ടി, 1000 രൂപ പോയി. ബാക്കി ഒരു 100 രൂപയുടെ കാര്യമുണ്ടല്ലോ, നമ്മളൊരു പന്ത് മേടിച്ചപ്പോൾ 1100 100 രൂപ കടം വന്നില്ലേ, ആ കടം ഇവിടെ എടുക്കില്ല. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അങ്ങനെയുള്ള ഒന്നും വരില്ല. ഒൺലി ക്യാഷ് ആൻഡ് ബാങ്ക് നേച്ചർ. കാശ് കിട്ടുന്നു, കാശ് പോകുന്നു, അത്രേ മാത്രമേ ഉള്ളൂ. അല്ലാതെ കടമുണ്ടായെങ്കിലോ അല്ലെങ്കിൽ അധികമായിട്ട് അതൊന്നും നമ്മളിവിടെ കണക്കാക്കത്തതേ ഇല്ല. അപ്പം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒന്നാമത്തെ പ്രത്യേകത, ഇത് അക്കൗണ്ടിങ് ഇയറിൻ്റെ ലാസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തേത്, ഇത് പ്രിപ്പയർ ചെയ്യുന്ന ബേസിസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് റെസിപ്റ്റിൻ്റെയും ക്യാഷ് പേയ്മെൻറ്റിൻ്റെയും ബേസിസിലാണ്. മൂന്നാമത്തത്, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ പെർട്ടൈൻ ടു ദ കറണ്ട് പീരീഡ്. പെർട്ടൈൻ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന കാശ് അല്ലെങ്കിൽ ചിലവായ കാശ് പെർട്ടൈൻ ടു കറണ്ട് പീരീഡ്, പ്രീവിയസ് പീരീഡ് ഓർ സക്സസിങ് പീരീഡ്. ഇത് കഴിഞ്ഞ വർഷത്തേതോ ഈ വർഷത്തേതോ ഇനി വരാനിരിക്കുന്ന വർഷത്തേതോ ആയാൽ പോലും ഈ വർഷമാണ് ചിലവായത് അല്ലെങ്കിൽ ഈ വർഷമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഈ വർഷത്തെ കണക്കി കാണിക്കണം. ഉദാഹരണം, നമ്മൾ ഒരു ക്ലബ്ബ് നടത്തുകയാണ്. ആ ക്ലബ്ബിൽ നമ്മുടെ ആ സ്ട്രീറ്റിലുള്ളൊരു 10 വീടുണ്ട്. 10 വീട്ടിൽ 9 വീട്ടിലും ആളുണ്ട്, ഒരു വീട്ടിലാൾ ഗൾഫിലാണ്. 9 വീട്ടിൽ നിന്ന് 100 രൂപ വെച്ച് നമ്മൾ പിരിക്കുന്നു, 900 രൂപ കിട്ടി. ഗൾഫിലുള്ള ആൾ സ്ഥലത്തില്ല, അപ്പോൾ 100 രൂപ അയാൾ ഇനി തരാനുണ്ട്. അടുത്ത വർഷം അയാൾ വന്നു. അടുത്ത വർഷം വന്നപ്പോൾ അടുത്ത വർഷവും ബാക്കി 9 വീട്ടിലും 900 കിട്ടി. ആ വർഷം അയാൾ കഴിഞ്ഞ വർഷത്തെ 100 രൂപയും ഈ വർഷത്തെ 100 രൂപയും അടുത്ത വർഷം അയാൾ കാണത്തില്ല, അതുകൊണ്ട് ആ 100 രൂപ തന്നു. അപ്പോൾ 300 രൂപ ഗൾഫ് വരെ തന്നു. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആദ്യത്തെ വർഷം നമുക്ക് 900 കിട്ടി. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് 900 കാണിക്കാവൂ, കാരണം 900 രൂപയെ കിട്ടിയുള്ളൂ. പക്ഷേ രണ്ടാമത്തെ വർഷം നമുക്ക് 9 പേരുടെ 900വും ഈ ഗൾഫുകാരൻ്റെ 300 രൂപ ചേർത്ത് 1100 രൂപ കിട്ടി. അപ്പം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് 1200 രൂപ കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കറണ്ട് പീരീഡ് ആയാലും പ്രീവിയസ് പീരീഡ് ആയാലും സക്സീഡിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ വരാതിരിക്കുന്ന ആ വർഷമായാലും എന്നാണോ ഏത് വർഷമാണോ നമുക്ക് കാശ് കിട്ടുന്നത് ആ വർഷം ആ തുക മുഴുവനും കാണിക്കുക. ഒരു എക്സാമ്പിളൂടെ പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം കാശ് കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഓഫീസിൽ പത്രം ഇടുന്നു, ഇപ്പം നമ്മുടെ ക്ലബിൻ്റെ ഓഫീസിൽ പത്രം ഇടുന്നു. കഴിഞ്ഞ വർഷത്തെ കാശ് കൊടുത്തിട്ടില്ല, ഈ വർഷത്തെ കാശും കൊടുത്തിട്ടില്ല. അടുത്ത വർഷത്തെ കാശൂടെ ചേർത്ത് 3 വർഷത്തെ കാശൂടെ നമ്മൾ ഈ വർഷം കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ വർഷം നമ്മുടെ പേയ്മെൻ്റ് എന്ന് പറയുന്നിടത്ത് 3 വർഷത്തേടെ കാശ് വരും. കാരണം 3 വർഷത്തേടെ കാശ് ഈ വർഷമാണ് കൊടുത്തത്. അപ്പോൾ എന്നാണോ നമ്മൾ കൊടുക്കുന്നത് ആ തുക മുഴുവനായിട്ടും നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരും. വാട്ട് ദേ ആർ ഓഫ് ക്യാപിറ്റൽ ഓർ റവന്യൂ നേച്ചർ, അത് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത് സക്സീഡിങ് പീരീഡ് ഓർ വെദർ ദേ ആർ ഓഫ് ക്യാപിറ്റൽ ഓർ റവന്യൂ നേച്ചർ. ഇനി നമ്മൾ അസറ്റ് മേടിച്ചതായാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പേപ്പറിന് നമ്മൾ കൊടുത്ത കാശായാലും എന്താന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ഫിക്സഡ് അസറ്റ് മേടിക്കുന്നതിന് വേണ്ടി ചിലവാക്കിയ കാശ്. റവന്യൂ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടി ചിലവാക്കിയ കാശ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്നുകൂടെ പറയാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ.
കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ് പേയ്മെൻറ്റ് ആൻഡ് ക്യാഷ് റെസീപ്റ്റ്, അതും പ്രശ്നമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ പെർട്ടൈൻ ടു കറണ്ട് പീരീഡ്, പ്രീവിയസ് പീരീഡ് ഓർ സക്സീഡിംഗ് പീരീഡ്, കഴിഞ്ഞ വർഷമോ ഈ വർഷമോ വരാതിരിക്കുന്ന വർഷത്തെയോ ക്യാഷ് പേയ്മെൻറ്റിൻ്റെയോ ക്യാഷ് റെസീപ്റ്റിൻ്റെയോ അടിസ്ഥാനത്തിലാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. വെദർ ദേ ആർ ഓഫ് ക്യാപിറ്റൽ ഓർ റവന്യൂ നേച്ചർ, ഇത് നമുക്ക് ചിലവാകുന്നത് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണെങ്കിലോ റവന്യൂ നേച്ചറിലുള്ളതാണെങ്കിലോ നമ്മളൊന്നും നോക്കണ്ട. കാശ് പോയോ അല്ലെങ്കിൽ ബാങ്ക് പോയോ, കാശ് വന്നോ അല്ലെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് പണം വന്നോ, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതിയിരിക്കുക. അപ്പോൾ ഇതേ ഉള്ളൂ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന്. അപ്പോൾ ഇനി നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇൻ ദ റെസീപ്റ്റ്, എന്താണ് പെട്ടെന്നൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ഡിഗ്രി ആകുമ്പോൾ പ്ലസ് ടുവിലുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്നൊന്ന് ഓർമ്മയുണ്ടോ, ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിക്കുന്നൊരു കാര്യം പൂർണ്ണമായി എപ്പോൾ പഠിച്ചു എന്ന് ചോദിച്ചാൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. വേറൊരാൾക്ക്, ഇപ്പോൾ ഇത് അറിയാത്ത ഒരാൾ, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് ഇത് അറിയുന്നില്ല, അയാൾക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം നന്നായിട്ട് അറിയാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നെ ഒരു കണ്ടിന്യൂഷനായിട്ട് കുറച്ച് കാര്യം ഇവിടെ പറയാനുണ്ട്. ദാറ്റ് മീൻസ് ദിസ് അക്കൗണ്ട് ഡസ് നോട്ട് ഷോ ഇനി നോൺ ക്യാഷ് ഐറ്റം ലൈക്ക് ഡിപ്രീസിയേഷൻ. അപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, അതായത് ക്യാഷ് അല്ലാത്ത ഒരു ഐറ്റങ്ങളും ഡിപ്രീസിയേഷൻ പോലെ ക്യാഷ് അല്ലാത്ത ഒരു ഐറ്റവും റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരികയില്ല. ഓക്കെ, അപ്പോൾ റെസീപ്റ്റ് ഇത് നോട്ട് നിങ്ങൾ അത്യാവശ്യമായിട്ട് നോട്ട് എഴുതണം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന ട്യൂട്ടോറിയൽ സ്ഥാപനത്തിൽ തരും അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. നോട്ട് എഴുതുക, നമുക്ക് ടൈമുണ്ട്, ഒരുപാട് ടൈമുണ്ട്. നമ്മൾ കുറച്ച് സമയം എന്തായാലും പഠിക്കുന്നുള്ളൂ നമ്മൾ ഈ സമയത്ത്, ലോക്ക്ഡൗൺ സമയത്ത്. സോ നോട്ട് എഴുതുക, ഇച്ചിരി സമയം എടുക്കും, കുഴപ്പമില്ല, നോട്ട് എഴുതുന്നതായിരിക്കും ബെറ്റർ. അടുത്തത് നമ്മൾ ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ പ്രൊഫോമയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. പ്രൊഫോമ എന്ന് പറയുമ്പോൾ ഫോർമാറ്റ് ജസ്റ്റ് അത്രേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണ് ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇതിനകത്ത് ഞാൻ എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല, എല്ലാമൊക്കെ കാണിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ബോർഡിനകത്ത് എഴുതി പഠിപ്പിക്കണമെന്നൊക്കെ ആയിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അത് നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്കതിനായിട്ടുള്ളൊരു സജ്ജീകരണം കിട്ടിയില്ല. ഉണ്ടായിരുന്നൊരു ട്രൈപോഡ് നശിച്ചു പോയി. ഇനി അല്ലെങ്കിൽ വല്ല മടലൊക്കെ കെട്ടി ഫോൺ വെക്കണം, അതിൽ താഴെ വീണ് പൊട്ടിയാൽ പിന്നെ അതിലും തലവേദന. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു രീതിയിൽ തുടങ്ങാതിരിക്കാനും പറ്റാത്തത് കൊണ്ടാണ്. സോ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ പ്രൊഫോമ എന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന ഒരു രീതി, ഇതെല്ലാം ഇല്ല, ഇതിനകത്ത് ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതൊന്ന് നോക്കാം. അപ്പോൾ കോളം ഒന്ന് ശ്രദ്ധിക്കുക. റെസീപ്റ്റ് എമൗണ്ടിന് നിങ്ങൾ മറ്റേ ചിഹ്നം ഇട്ടോണം. എനിക്ക് കമ്പ്യൂട്ടറിനകത്ത് ആ ചിഹ്നം എങ്ങനെ അടിച്ചിടണമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പേയ്മെൻറ്റ് എമൗണ്ട് നമ്മുടെ റുപ്പീ ചിഹ്നം ഇട്ടോണേ, എമൗണ്ടിൻ്റെ ബ്രാക്കറ്റ് ഇട്ടാലും മതി. ഇനി ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഇനി നോക്കണം. ഇത് നമുക്ക് കണക്ക് ചെയ്യുന്നതിന്, പ്രോബ്ലം ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. റെസീപ്റ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നും പറഞ്ഞ് നമ്മുടെ ഓപ്പണിംഗ് ക്യാഷും ഓപ്പണിംഗ് ബാങ്കും, ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓപ്പണിംഗ് എമൗണ്ട് ആണ് ക്യാഷും ബാങ്കും. ഇൻ കേസ് ചിന്തിച്ച് നോക്കുക, ഈ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്നൊരു സാധനം കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. അക്കൗണ്ടൻസിക്കകത്ത് തോന്നുന്നു 5ാമത്തെ പാഠമായിരുന്നു തോന്നുന്നു. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലങ്ങളും നിരവധി ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടൻസിയിലും പഠിച്ചിട്ടുണ്ട്. ഇൻ കേസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അപ്പുറത്തെ പേയ്മെൻറ്റ് സൈഡിലായിരിക്കണം നിങ്ങൾ ഓപ്പണിംഗ് എഴുതുന്നത്. മറന്നു പോരുത്. ഒരിക്കലും ക്യാഷ് ഓവർ ഡ്രാഫ്റ്റ് വരത്തില്ല. നമ്മുടെ കയ്യിൽ ക്യാഷ് നെഗറ്റീവ് വരില്ല. ക്യാഷിൻ്റെ ഒരു പ്രത്യേകതയാണ്, ക്യാഷ് ഇല്ലെങ്കിൽ ഇല്ല, സീറോ, ബാലൻസ് സീറോ ആയിരിക്കും. ഒരിക്കലും ക്യാഷ് നെഗറ്റീവ്. പക്ഷേ ബാങ്ക് അങ്ങനെയല്ല. എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ബാങ്കുകാരുമായിട്ട് നല്ല ടേംസിലാണെങ്കിൽ ബാങ്ക് നമുക്ക് അഡ്വാൻസ് ക്യാഷ് തരുന്നു, നമുക്ക് നെഗറ്റീവിലേക്ക് പോകുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരോട് പറയുന്നില്ല. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് റെസീപ്റ്റ് സൈഡിൽ ക്യാഷ് അഥവാ ബാങ്ക് എന്നും പറഞ്ഞായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ല ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നും പറഞ്ഞ് വരും. ഇനി റെസീപ്റ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഇൻകമാണ്, അല്ലെങ്കിൽ റെസീപ്റ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് സബ്സ്ക്രിപ്ഷൻ. നേരത്തെ പറഞ്ഞതാണ്, ഞാൻ അപ്പോൾ പറയുകയും ചെയ്തു. നമ്മൾ കുറച്ചായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പ്രോബ്ലം വരുമ്പോൾ നോക്കുന്നു. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വരിസംഖ്യ, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട അംഗത്വ ഫീസ് വരിസംഖ്യ, അത്രേ ഉള്ളൂ. അടുത്തത് റെസീപ്റ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് ലെഗസി, ഇഷ്ടദാനം, ഡൊണേഷൻ. നമുക്ക് അതിൽ ഡൊണേഷൻ തരുന്നു, നമ്മുടെ ട്രസ്റ്റിന് അല്ലെങ്കിൽ ക്ലബിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഡൊണേഷൻ തരും. അപ്പോൾ അടുത്തൊരു ഐറ്റമാണ് ഹോണറേറിയം. ഹോണറേറിയം എന്ന് പറയുന്നത്
നമ്മുടെ ഈ സെക്രട്ടറി, അതായത് സൊസൈറ്റിയുടെ സെക്രട്ടറി അല്ലെങ്കിലുള്ള പ്രൊഫഷണൽസിന് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട്, സിറ്റിംഗ് ഫീസ് എന്നൊക്കെ പറയും, ഏകദേശം അതുപോലെ. സിറ്റിംഗ് ഫീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രേ ഉള്ളൂ. സെക്രട്ടറിക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്, ഇത് പേയ്മെൻ്റ് ആണ്. നമ്മുടെ ട്രസ്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചിലവാണ് ഹോണറേറിയം എന്ന് പറയുന്ന ഐറ്റം. ഹോണറേറിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ നേച്ചർ ആവാം, റവന്യൂ നേച്ചർ ആവാം. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ ഈ ഹോണറേറിയം ഒക്കെ റവന്യൂ നേച്ചറിലുള്ള ചിലവാണ്. പക്ഷേ ഫിക്സഡ് അസറ്റ് മേടിക്കുക, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുക, ഇതെല്ലാം ക്യാപിറ്റൽ നേച്ചറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. ക്യാഷ് പോയോ ബാങ്ക് പോയോ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നിങ്ങൾ കാണിച്ചേ പറ്റൂ. സോ പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന മറ്റ് 2 ഐറ്റമാണ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഐറ്റം. ശരി, ഇനി നമ്മൾ ഓപ്പണിംഗ് തുടങ്ങിയത് റെസീപ്റ്റ് സൈഡിലാണ്. സോ ക്ലോസിങ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ, അതായത് പേയ്മെൻറ്റ് സൈഡിലാണ്. ബാലൻസ് ക്യാരി ഡൗൺ, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ലെഫ്റ്റ് സൈഡിലാണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിലാണ് തീരുന്നതെങ്കിൽ നമ്മൾ റിസീപ്റ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കാണിക്കും. ഒരിക്കലും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ബാങ്ക് കൂടെ ഒരുമിച്ച് വരില്ല. ഒന്നെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ഇതാണ് ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. റെസീപ്റ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ചെയ്യും. പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ ക്ലോസ് ഡൗൺ ക്യാരി ഡൗൺ ചെയ്യും. സോ നമ്മുടെ ഒരു അല്പം തിയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം, ഒരു ചെറിയ പ്രോബ്ലം, ചിന്ന പ്രോബ്ലം നോക്കണം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ തന്നെ പ്രോബ്ലമാണ്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലർ റിലേറ്റിംഗ് ടു സിൽവർ പോയിൻറ്റ് പ്രിപ്പയർ എ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2017. എന്നുള്ള റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രൊഫോമ ഫോർമാറ്റ് ഒന്ന് ആലോചിക്കണം. മുകളിൽ ഹെഡിങ് സിൽവർ പോയിൻറ്റിൻ്റെ ആയതുകൊണ്ട് ഇൻ ദ ബുക്ക് ഓഫ് സിൽവർ പോയിൻറ്റ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ദ ബുക്ക് ഓഫ് സിൽവർ പോയിൻറ്റ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2017. ഇതായിരിക്കണം നമ്മുടെ ഹെഡിങ്. താഴെ കോളം റെസിപ്റ്റ്, ഫസ്റ്റ് കോളം റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ്, എമൗണ്ട്, പേയ്മെൻറ്റ്, എമൗണ്ട്. അപ്പോൾ ഇനി കോളത്തിൽ നമുക്ക് ഈ ഓരോ ഐറ്റവും എവിടെയൊക്കെ വരുമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ കിടക്കുന്ന ഐറ്റം ഓപ്പണിംഗ് ക്യാഷ് ഇൻ ബാലൻസ്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ്. അപ്പോൾ ഈ 2 ഐറ്റവും ബാലൻസ് ബ്രോട്ട് ഡൗൺ അല്ലെങ്കിൽ ബാലൻസ് ബി ഡി എന്നും പറഞ്ഞ റെസിപ്റ്റിൻ്റെ താഴെ വരും. ഒന്ന് മറിച്ച് നോക്കിയാൽ, നിങ്ങളിപ്പം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിനകത്ത് ഒന്ന് മറിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ബാലൻസ് ബി ഡി, ക്യാഷ് 1000, ബാങ്ക് 7200. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞാൽ അടുത്ത താഴെ കിടക്കുന്ന സബ്സ്ക്രിപ്ഷൻ കളക്റ്റഡ് ഫോർ 2015-16, 2016-17, 2017-18. അപ്പോൾ 2015-16 ആരോ കൊടുക്കാനുണ്ടായിരുന്നു, 500 രൂപ കിട്ടി. 2016-17, അതായത് നമ്മുടെ പീരീഡ്, നമ്മൾ വരയ്ക്കുന്ന പീരീഡ്, 2016-17 7600 രൂപ കിട്ടി. 17-18, അതായത് അടുത്ത വർഷത്തെയും കൂടെ ആരോ തന്നിട്ട് പോയേക്കും ആയിരിക്കാം, 900 രൂപ കിട്ടിയിട്ടുണ്ട്. ഏത് വർഷത്തെ ആയാലും റെസിപ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് അടിച്ചപ്പോൾ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. വെദർ സക്സീഡിങ് ഇയർ ആയാലും കറണ്ട് പീരീഡ് ആയാലും പ്രീവിയസ് പീരീഡ് ആയാലും ഈ പീരീഡിലാണ് നമുക്ക് കാശ് കിട്ടിയെങ്കിൽ ആ തുക മുഴുവൻ എടുക്കണം. അപ്പോൾ 9000 രൂപയും റെസിപ്റ്റിൽ താഴെ, റെസിപ്റ്റ് എന്ന് പറഞ്ഞ കോളത്തിന് താഴെ സബ്സ്ക്രിപ്ഷൻ കളക്റ്റഡ് എന്ന് പറഞ്ഞ് വരും. സെയിൽ ഓഫ് റീഫ്രഷ്മെൻറ്റ്, അതായത് നമ്മൾ കുടിക്കാനുള്ള വെള്ളങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ വിറ്റു, സ്നാക്സ് ഇതൊക്കെ വിറ്റപ്പോൾ കിട്ടിയ 1000 രൂപ അവിടെ എഴുതാം. എൻട്രൻസ് ഫീ റിസീവ്ഡും 1000 രൂപ എഴുതാം. ഇതെല്ലാം കാശ് കിട്ടിയതാണ്, അതുകൊണ്ടാണ് റെസിപ്റ്റ് വന്നത്. തൊട്ടപ്പുറത്ത് നമുക്ക് ഉണ്ടായ എക്സ്പെൻസസ് ആണ്. സോ അത് പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയ സാധനം വിറ്റു. സോ വിറ്റപ്പോൾ നമുക്ക് കാശ് കിട്ടി കാണും. കാശ് കിട്ടുമ്പോൾ റെസിപ്റ്റ് സൈഡിൽ വരും. അപ്പോൾ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ റെസിപ്റ്റ് സൈഡിൽ. ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ കെട്ടുന്നതിന് വേണ്ടി ഡൊണേഷൻ കിട്ടും. എന്തിനു വേണമെങ്കിലും ആയിക്കോട്ടെ, കാശ് കിട്ടിയിട്ടുണ്ടോ, ഓക്കെ, റെസിപ്റ്റ് സൈഡിൽ എഴുതുക. റെൻറ്റ് പെയ്ഡ് ആണ്. പെയ്ഡ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്. സോ പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക. സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസസ് എന്ന് പറയുമ്പോൾ അതും പെയ്ഡാണ്, എക്സ്പെൻസ് സൈഡ്. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ് എക്സ്പെൻസ് സൈഡ്. എക്സ്പെൻസ് ഫോർ മെയിൻ്റെനൻസ് ഓഫ് ടെന്നീസ് കോർട്ട് എക്സ്പെൻസ് സൈഡ്. സാലറി പെയ്ഡ് എക്സ്പെൻസ് സൈഡ്. ടൂർണമെൻറ്റ് എക്സ്പെൻസ് സൈഡ്. ഫർണിച്ചർ പർച്ചേസ്ഡ് എക്സ്പെൻസ് സൈഡ്. ഫർണിച്ചർ മേടിച്ചതായാലും, അതായത് ക്യാപിറ്റൽ നേച്ചർ ആയാലും റവന്യൂ നേച്ചർ ആയാലും എക്സ്പെൻസ് ആണെങ്കിൽ, മീൻസ് നമ്മുടെ ഇന്ന് ചിലവായിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് സൈഡിൽ എഴുതാം. ഓഫീസ് എക്സ്പെൻസ് അതും പേയ്മെൻറ്റ് സൈഡ്. ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ബാലൻസ് ക്യാരി ഡൗണിനകത്ത് താഴെ ക്യാഷ് എന്ന് പറഞ്ഞ് വരുന്നൊരു ഐറ്റമാണ്. പക്ഷേ അപ്പോൾ ഒരു ഐറ്റം തന്നിട്ടില്ല അല്ലേ, ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് തന്നിട്ടില്ല. അപ്പോൾ 2 സൈഡും കൂട്ടി എഴുതുക. എഴുതുന്നതിൻ്റെ ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നതായിരിക്കും ക്ലോസിംഗ് ബാങ്ക് എന്ന് പറയുന്ന
ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ കണക്കാണ്. വളരെ സിമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരിക്കലും ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അല്പം പാടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. ഞാനിതിൻ്റെ ആൻസർ ഒന്ന് കാണിച്ചു തരാം. പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പുസ്തകം സമഗ്ര എന്നുള്ള സൈറ്റിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യണം. സമഗ്ര ആ സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇതാണ് അതിൻ്റെ ആൻസർ. ബുക്ക് ഓഫ് സിൽവർ പോയിന്റ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്. കണ്ടോ, അവർ ക്യാഷ്, ബാങ്ക് ബാലൻസ്, ബി ഡിയും താഴെ ബാലൻസിൻ്റെ അവിടെ ബാങ്ക് ബാലൻസിങ് ഫിഗർ എഴുതിക്കുന്നുണ്ട്. രണ്ട് സൈഡും കൂട്ടിയിട്ട് ആ വ്യത്യാസം വന്ന എമൗണ്ടാണ് അവർ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രോബ്ലം കൊണ്ട് ഈ ഒരു പാർട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം, വൃത്തിയായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.